ഇന്ന് മിഷൻ VFA-LDCയുടെ ഡേ 8 ഫസ്റ്റ് റിവിഷനാണ്. ടോപ്പിക് ഉണ്ടായിരുന്നു ആമുഖം, പിന്നെ സാഹിത്യത്തിൻ്റെ കറണ്ട് അഫേഴ്സ് ആണ് നോക്കുന്നത്. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ ഇംഗ്ലീഷും മാത്സും ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും നോക്കുക. ഇന്ന് ഇംഗ്ലീഷാണ് നോക്കുന്നത്, നാളെ മാത്സ് ആണ് നോക്കുകയുള്ളൂ. ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇംഗ്ലീഷിൻ്റെ 7ാമത്തെ റൂളാണ് വൺ ഓഫ്, ഈച്ച് ഓഫ്, ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്. ഇതിൽ ഏതെങ്കിലും അതിൻ്റെ കൂടെ പ്ലൂറൽ നൗൺ ആണ് വരുള്ളൂ, സിംഗുലർ വെർബാണ് വരിക. വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്. ഇത്ര എണ്ണത്തിൻ്റെ കൂടെ നൗൺ വരുമ്പോൾ പ്ലൂരലും വെർബ് വരുന്നത് സിംഗുലറും ആയിരിക്കും. ഉദാഹരണം, വൺ ഓഫ് വരുന്നത് വൺ ഓഫ് ദി സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അത് നൗൺ, പ്ലൂറൽ നൗൺ ആണ്. സ്റ്റുഡൻസ്. വെർബ് വരുമ്പോൾ റൈറ്റിൻ്റെ ഇത് വെർബ് സിംഗുലർ ആണ് വരിക, റൈറ്റ്സ്. വൺ ഓഫ് ദി സ്റ്റുഡൻസ് റൈറ്റ്സ് ഹോംവർക്ക് എന്നാണ് വരിക. വൺ ഓഫ് ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസ് എന്നുള്ളത് പ്ലൂറൽ നൗൺ വരും, റൈറ്റ്സ് എന്നുള്ളത് സിംഗുലർ വെർബും വരും. ഒരെണ്ണോട് നോക്കാം. വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഹു ആർ. എന്തുകൊണ്ടാണ് അവിടെ ആർ എന്ന് പറയുന്ന വെർബ് പ്ലൂറൽ വന്നതെന്ന് അറിയാമോ? അതിൻ്റെ ഇടയിൽ ഹു എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് പ്രോണൗൺ വന്നു. വൺ ഓഫ് ദി സ്റ്റുഡൻസ് കഴിഞ്ഞ് ഒരു റിലേറ്റീവ് പ്രോണൗൺ എന്ന് വെച്ചാൽ ഹു, വിച്ച്, വെൻ എന്നൊക്കെ പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ വരുവാണ് എങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന വെർബ് പ്ലൂറലായിരിക്കും. അത് ശ്രദ്ധിക്കണം. ഇനി ഐദർ ഓഫ് ദം ഡാഷ് അറ്റൻഡഡ് മൈ ക്ലാസ്. ഈസ്, ഹാസ്, ഹാവ്, ആർ. ഏതായിരിക്കും വരിക? ഹാസ് ആയിരിക്കും വരിക. കാരണം അത് മാത്രമാണ് സിംഗുലർ ഉള്ളൂ. അല്ല, സിംഗുലർ വെർബ് ഈസും ഉണ്ട്, ഹാസും ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഹാസ് വന്നേ? അവിടെ അറ്റൻഡഡ് എന്ന് പറയുന്ന ഒരു V3 ഫോം ഉണ്ട്. അപ്പോൾ ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ ഹാഡിൻ്റെ കൂടെ മാത്രമാണ് V3 വരുള്ളൂ. ഈസിൻ്റെ കൂടെ ING ഫോമാണ് വരിക. അതുകൊണ്ട് ഹാസ് ആണ് വന്നത്. ഇനി നൈദർ ഓഫ് പറഞ്ഞു. നൈദർ ഓഫ് വന്നാലും ഇതേ റൂള് തന്നെയാണ്. അപ്പോൾ നൈദർ ഓഫ് ആസ് ഡാഷ് സിംഗിങ് ദ സോങ്. അപ്പോൾ അവിടെ വെർബ് വരുന്നത് പ്രസൻ്റ് ആയിരിക്കും. വെർബ് വരുന്നത് സിംഗുലർ വെർബായിരിക്കും വരുക. പക്ഷേ ഇവിടെ സിംഗിങ് എന്ന് വന്നതുകൊണ്ട് ഈസ് സിംഗിങ് വരും. എവരി വൺ ഓഫ് ദം ഡാഷ് റൈറ്റിംഗ് ദീസ് ലെറ്റേഴ്സ്. എവരി വൺ ഓഫ് ദം ഈസ് റൈറ്റിംഗ്. അടുത്തത് കുറച്ച് ഫോറിൻ വേർഡ്സ് നോക്കാം. അൽമ മാറ്റർ എന്ന് പറയുന്നതിൻ്റെ എന്തായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? ഫോർമലി അറ്റൻഡഡ് സ്കൂള്, നമ്മൾ പഠിച്ച സ്കൂള്. അടുത്തത് ആഡ് ഇൻഫിനിറ്റം നമ്മൾ പഠിച്ചിരുന്നു, അവസാനമില്ലാത്ത ഇൻഫിനിറ്റി, എൻഡ്ലെസ്ലി. എ പ്രൈം വിസ്റ്റ എന്താണ്? അറ്റ് ഫസ്റ്റ് സൈറ്റ്. അത് നമ്മൾ പഠിച്ചിരുന്നു ആദ്യ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ. അടുത്തത് ബോൺ വോയേജ്, ടു വിഷ് എ ഗുഡ് ജേണി, ഹാപ്പി ജേണിയൊക്കെ വിഷ് ചെയ്യുന്നതാണ് ബോൺ വോയേജ്. അടുത്തത് കൂപ്പ് ഡി എറ്റാറ്റ്, COUP ഡി ഇ ടാറ്റ്, സഡൻ ഓവർത്രോ എന്നാണ് പറയുന്നത്. കൂപ്പ് ഇ ടാറ്റ്, സഡൻ ഓവർത്രോ. അടുത്തത് ഡി ഗ്രാറ്റിയ, ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. ഡി ഗ്രാറ്റിയ അല്ലെങ്കിൽ ഗ്രേഷ്യ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. അടുത്തത് ഫാക്സിമിലി, ഫാക്സിമിലി, എക്സാക്ട് കോപ്പി, ഫാക്സിമിലി, എക്സാക്ട് കോപ്പി. അടുത്തത് ഫോക്സ് പാസ് എന്ന് വെച്ചാൽ എ ഫോൾ സ്റ്റെപ്പ്, ഒരു തെറ്റായ അത്, അല്ലെങ്കിൽ എംപ്രാസിങ് ബ്ലണ്ടർ. ഓക്കെ. അടുത്ത് ഇൻ ടോട്ടോ പറഞ്ഞതാണ്, ഇൻ ടോട്ടൽ. ലിംഗ്വ ഫ്രാൻക, ലിംഗ്വ ഫ്രാൻക, കോമൺ ലാംഗ്വേജ് എന്നാണ് പറയുക. ലിംഗ്വ എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. ലിംഗ്വ ഫ്രാൻക, കോമൺ ലാംഗ്വേജ്. അടുത്ത് മാലാഫിഡെ, എ ബാഡ് ഫെയ്ത്ത് ഓർ ഇൻറ്റൻഷൻ. ഓക്കെ, മാലാഫിഡെ. അടുത്ത് മച്ചോ, സ്ട്രോങ് മാൻ, മെയിൽ ആനിമൽ, മച്ച എന്ന് പറയാറില്ലേ. ഓക്കെ, മച്ചോ എന്ന് വെച്ചാൽ സ്ട്രോങ് മാൻ അല്ലെങ്കിൽ മെയിൽ ആനിമൽ. അടുത്ത് നോയൽ, ക്രിസ്മസിനാണ് നോയൽ എന്ന് പറയാം. അടുത്ത് പ്രൈമ ഡോണ, ഫസ്റ്റ് ലേഡി, ഡോണ ഫസ്റ്റ് ലേഡി, ലീഡ് സിംഗർ. ഓക്കെ, പ്രൈമ ഡോണ. അടുത്തത് സ്കാൻഡെ ഫ്രൂഡെ, സ്കാൻഡെ ഫ്രൂഡെ, ജോയ് അറ്റ് അനദേഴ്സ് മിസ്ഫോർച്യൂൺ, ജോയ് അറ്റ് അനദേഴ്സ് മിസ്ഫോർച്യൂൺ. എന്താണ്? സ്കാൻഡൻ ഫ്രോഡെ, SCHADENFREUDE, സ്കാൻഡൻ ഫ്രൂഡെ. നമുക്ക് സാഹിത്യത്തിലെ കറണ്ട് അഫേഴ്സ് മാത്രം ഒന്ന് നോക്കിപ്പോവാം.
ഒന്നാമത്തെ ചോദ്യം, 2025 ജൂലൈയിൽ പുറത്തിറങ്ങിയ PT ചാക്കോ എഴുതിയ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള പുസ്തകം ഏതാണ്? വിസ്മയ തീരത്ത്. വേറെ ഒരു രീതിയിൽ ചോദിക്കാം. വിസ്മയ തീരത്ത് എന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയത് ആരാണ്? PT ചാക്കോ. ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നു PT ചാക്കോ. PT ചാക്കോ എഴുതിയതാണ് വിസ്മയ തീരത്ത്. വിസ്മയ തീരത്ത് എന്ന പുസ്തകം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? അഖിൽ P ധർമ്മജനാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ എഴുതിയത് അഖിൽ P ധർമ്മജനാണ്. ആ നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടിയത് 2025. ഇനി 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീജിത്ത് മുത്തേടം. ശ്രീജിത്ത് മുത്തേടത്തിനാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. എന്നാൽ യുവ പുരസ്കാരം ലഭിച്ചതാണ് അഖിൽ P ധർമ്മജൻ. ഇനി പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്നത് ആരുടെ പുസ്തകമാണ്? ശ്രീജിത്ത് മുത്തേടത്തിന്റെ ബാലസാഹിത്യ പുസ്തകമാണ് പെൻഗ്വിനുകളുടെ വൻകരയിൽ. അടുത്തത്, 2025 ജൂണിൽ MP മന്മഥൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 MP മന്മഥൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് MP മന്മഥൻ പുരസ്കാരം ലഭിച്ചത്. ഈ MP മന്മഥൻ പുരസ്കാരം നൽകുന്നത് ആരാണ്? അക്ഷയ പുസ്തകനിധിയും എബനേസർ എഡ്യൂക്കേഷണൽ അസോസിയേഷനും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് MP മന്മഥൻ പുരസ്കാരം. ലഭിച്ചത് ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്തത്, 2024 ഉള്ളൂർ അവാർഡ് കിട്ടിയത് ആർക്കാണ്? മഞ്ജു വെള്ളായണി. മഞ്ജൂർ വെള്ളായണി. ഓക്കെ. ജലജമന്തികൾ എന്നത് ആരുടെ പുസ്തകമാണ്? ഈ മഞ്ജു വെള്ളായണിയുടെ പുസ്തകമാണ് ജലജമന്തികൾ. വെള്ളായണി, കായൽ കേട്ടിട്ടില്ലേ? ജലം, ജമന്തി, അതൊക്കെയായിട്ട് കണക്ട് ചെയ്യാം. അടുത്തത്, അടുത്തിടെ അന്തരിച്ച ആഫ്രിക്കൻ സാഹിത്യത്തിലെ വിഖ്യാത നോവലിസ്റ്റും നാടകകൃത്തുമായ വ്യക്തി ആരാണ്? ഗൂഗി വാ തിയോങ്കോ. ഒരു ചോദ്യം, ഗൂഗി വാ തിയോങ്കോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാടകം ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഫ്രിക്കനാണ്. ആഫ്രിക്കൻ സാഹിത്യത്തിലെ നോവലിസ്റ്റുമാണ്, നാടകകൃത്തുമാണ്. അടുത്തത്, ദ റിവർ ബിറ്റ്വീൻ ദ പെറ്റൽസ് ഓഫ് ബ്ലഡ് വീപ്പ് നോട്ട് ചൈൽഡ്. കുട്ടി കരയല്ലേ? വീപ്പ് നോട്ട് ചൈൽഡ്. ദ റിവർ ബിറ്റ്വീൻ പെറ്റൽസ് ഓഫ് ബ്ലഡ് എന്നിങ്ങനെ കൃതി എഴുതിയത് ആരാണ് ഇത് എഴുതിയത്? ഗൂഗി വാ തിയോങ്കോയുടെയാണ്. കെനിയൻ എഴുത്തുകാരനാണ്. അടുത്തത്, 2025 മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആശാ മേനോനാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത്. തപസ്യ കലാസാഹിത്യവേദിയാണ് നൽകുന്നത്. ആശാ മേനോൻ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ പുരസ്കാരം 2025. അടുത്തത്, അഖേദ എന്ന നോവൽ ആരുടെയാണ്? എസ് പ്രിയദർശൻ്റെയാണ് അഖേദ എന്ന നോവൽ. ഇപ്പോഴത്തെ ഒരു പ്രസിദ്ധനായ നോവലിസ്റ്റാണ് എസ് പ്രിയദർശൻ. അഖേദ. ഈ അഖേദ എന്ന നോവലിലാണ് നളചരിതത്തിലെ ദമയന്തിയുടെ കഥാപാത്രമാണ് ഇതിൽ പറയുന്നത്. പ്രധാന കേന്ദ്ര കഥാപാത്രം എന്ന് പറയാം. നളചരിതത്തിലെ ദമയന്തി, അഖേദ. ഓക്കെ. എസ് പ്രിയദർശൻ. അടുത്തത്, 2024 മികച്ച നോവലിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എസ് ഹരീഷിനാണ് പത്മരാജൻ ഹരീഷിനാണ് ലഭിച്ചത്. 2024 പത്മരാജൻ പുരസ്കാരം ലഭിച്ചത് ഹരീഷ്. പട്ടുനൂൽപ്പുഴു എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. പത്മരാജൻ, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ്. ഓക്കെ. അങ്ങനെയെങ്കിൽ മികച്ച കഥാകൃത്ത് ആരായിരുന്നു? പത്മരാജൻ പുരസ്കാരം ലഭിച്ച, സാഹിത്യ പുരസ്കാരം ലഭിച്ച മികച്ച കഥാകൃത്ത് ആരാണ്? PS യാക്കൂബാണ് കഥാകൃത്ത്. യാക്കൂബ് കഥാകൃത്ത്, പത്മരാജൻ. യാക്കൂബ് കഥാകൃത്ത്, പത്മരാജൻ. ഹരീഷ് നോവലിസ്റ്റ്, പത്മരാജൻ. ഓക്കെ. പത്മരാജൻ, ഹരീഷ് നോവൽ, പത്മരാജൻ, യാക്കൂബ് കഥാകൃത്ത്. അങ്ങനെയെങ്കിൽ മികച്ച ചെറുകഥയ്ക്കുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇടമലയിലെ യാക്കൂബിനാണ്. ഓക്കെ.
അടുത്തത് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖ് ഖാനാണ്. ബാനു മുഷ്താഖ് കന്നഡ എഴുത്തുകാരിയാണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 നേടിയത് ബാനു മുഷ്താഖ് ആണ്. ഹാർട്ട് ലാമ്പ് എന്ന കൃതിക്കാണ് കിട്ടിയത്. അതായത് ഈ കഥാസമാഹാരം ഹാർട്ട് ലാമ്പ് എന്ന കഥാസമാഹാരം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ദീപ ബസ്തിയാണ്. ഇത് കന്നഡ എഴുത്തുകാരിയാണ്. ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത് കന്നഡയിൽ എഴുതിയതാണ്. ഓക്കെ. അടുത്തത് 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വൈഷ്ണവം സാഹിത്യ പുരസ്കാരം അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. അതായത് പ്രൊഫസർ വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന സാഹിത്യ പുരസ്കാരമാണ് വൈഷ്ണവ സാഹിത്യ പുരസ്കാരം. അത് ലഭിച്ചത് 2025 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അടുത്തത് 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മ. ONV പ്രഭ. ONV 2025 ONV പുരസ്കാരം പ്രഭാവർമ്മ. ONV കൾച്ചറൽ അക്കാദമിയാണ് പുരസ്കാരം നൽകുന്നത്. അടുത്തത് ജനതാ കി കഹാനി മേരി ആത്മകഥ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ജനതാ കി കഹാനി മേരി ആത്മകഥ എഴുതിയത് ബന്ദാരു ദത്താത്രേയ. ബന്ദാരു ദത്താത്രേയ ഹരിയാന ഗവർണറാണ്. നിലവിലെ ഹരിയാനയിലെ ഗവർണറാണ് ബന്ദാരു ദത്താത്രേയ. ജനതാ കി കഹാനി മേരി ആത്മകഥ എന്ന ഇതാണ് എഴുതിയത്. ഇനി 2024 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. OV വിജയൻ OV വിജയൻ സ്മാരക അവാർഡ് കിട്ടിയത് 2024 E സന്തോഷ് കുമാർ, സന്തോഷ് ഏച്ചിക്കാനം, ഷാഫി പൂവത്തിങ്കൽ. ഓക്കെ, ഷാഫി പറമ്പിലല്ല, ഷാഫി പൂവത്തിങ്കൽ. E സന്തോഷ് കുമാർ, 2 സന്തോഷും. സന്തോഷ് കുമാർ, സന്തോഷ് ഏച്ചിക്കാനം, ഷാഫി പൂവത്തിങ്കൽ 3 പേർക്കും കിട്ടിയത് OV വിജയൻ സ്മാരക പുരസ്കാരമാണ്. ഇത് കവന എന്ന ചെറുകഥ സമാഹാരത്തിനാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന് കവന ചെറുകഥ. ജ്ഞാനഭാരം എന്ന നോവൽ എഴുതിയത് സന്തോഷ് കുമാറിനാണ്. ഈ സന്തോഷ് കുമാറിനാണ് ജ്ഞാനഭാരം OV വിജയൻ അവാർഡ് നേടിക്കൊടുത്തത്. ഇനി രാഖിബീനും അദീനും ഇടയിലെ നുണകൾ. രാഖിബിനും അദീനും ഇടയിലെ നുണകൾ എന്ന കൃതിക്കാണ് ഷാഫി പൂവത്തിങ്കലിന് പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനഭാരം ആരുടെയാണ്? സന്തോഷ് കുമാറിൻ്റെയാണ്. ഷാഫി പൂവത്തിങ്കൽ ൻ്റെയാണ് രാഖിബീനും അദീനും ഇടയിലെ നുണകൾ. കവന എഴുതിയത് ആരാണ്? സന്തോഷ് ഏച്ചിക്കാനം. ഇവർക്ക് 3 പേർക്കും OV വിജയൻ സാഹിത്യ അവാർഡ് കിട്ടി. അടുത്തത് സാഹിതി സംഗമവേദി സാഹിത്യ കൂട്ടായ്മയുടെ 4ാമത് മുട്ടത്ത് വർക്കി അക്ഷരപീഠം അവാർഡിന് അർഹനായത് ആരാണ്? VS അജിത്ത് ആണ്. അക്ഷരപീഠം അവാർഡ് മുട്ടത്ത് വർക്കി അക്ഷരപീഠ അവാർഡാണ്. സാഹിതി സംഗമവേദിയാണ് നൽകുന്നത്. ഒരു പെൺഘടികാരം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് VS അജിത്തിന് മുട്ടത്ത് വർക്കി അക്ഷരപീഠം അവാർഡ് കിട്ടിയത്. അക്ഷരപീഠം മുട്ടത്ത് വർക്കി VS അജിത്ത് അക്ഷരപീഠം മുട്ടത്ത് വർക്കി അവാർഡ് പെൺഘടികാരം. ഓക്കെ. അടുത്ത് ചുനൗദിയാൻ മുജെ പസന്ത് ഹേ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആനന്ദി ബെൻ പട്ടേൽ. ഉത്തർപ്രദേശ് ഗവർണറാണ് ആനന്ദി ബെൻ പട്ടേൽ. ചുനൗദിയാൻ മുജെ പസന്ത് ഹേ. ഉത്തർപ്രദേശ് ഗവർണർമാരൊക്കെയാണ് ഇപ്പോൾ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആനന്ദി ബെൻ പട്ടേൽ. അടുത്തത് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭ 2025. ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭ 2025. അടുത്തത് MGS നാരായണൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MGS നാരായണൻ എന്ന് പറയുന്നത് മുറ്റയിൽ ഗോവിന്ദ മേനോൻ ശങ്കരനാരായണൻ എന്നതാണ്. പ്രശസ്ത ചരിത്രകാരനും സാഹിത്യ പ്രവർത്തകനുമായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ ചെയർമാനായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്.
ജാലകങ്ങൾ എന്ന ആത്മകഥ ആരുടെയാണ്? MGS നാരായണൻ്റെയാണ്. അതുപോലെ തന്നെ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ, കാഴ്ചകൾ, ഇതൊക്കെ ആരുടെ ആത്മകഥയാണ്? MGS നാരായണൻ്റെയാണ്. സോറി, ഇത് ഒരൊറ്റ ഇതായിരുന്നു കേട്ടോ. സോറി. MGS നാരായണൻ്റെ ആത്മകഥയാണ് ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷണിയുടെ വഴികൾ, കാഴ്ചകൾ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അടുത്തത് 2025 മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം നേടിയത് ആണ്? സോണിയ ചെറിയാനാണ്. ഒരു കാര്യം ഓർക്കണം, ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അങ്ങനെയാണെങ്കിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് 2025 സ്മാരക പുരസ്കാരം നേടിയത് ആർക്കാണ്? സോണിയ ചെറിയാൻ. ഓക്കെ, സോണിയ ചെറിയാൻ. സ്നോ ലോട്ടസ് എന്ന കൃതിക്കാണ് സോണിയ ചെറിയാൻ. സ്നോ ലോട്ടസ്, സോണിയ ചെറിയാൻ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഓക്കെ, പ്രവാസി സംസ്കൃത അസോസിയേഷനാണ് നൽകുന്നത്. അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം ഏതാണ്? സംസ്കൃതി കാ 5 അധ്യായ് എന്നതാണ്. അതായത് സാംസ്കാരിക വിഷയങ്ങളെപ്പറ്റി 10 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ 34 പ്രസംഗങ്ങളാണ് പുസ്തകങ്ങളാക്കി ഇറക്കുന്നത്. സംസ്കൃതി കാ 5 അധ്യായ്. അടുത്തത് മാരിയോ വാർഗാസ് യോസ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് മാരിയോ വാർഗാസ് യോസ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാണ് മാരിയോ വാർഗാസ് യോസ. സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. ഏത് വർഷം? 2010. ആർക്കാണ്? മാരിയോ വാർഗാസ് യോസ. ഓക്കെ, എ ഫിഷ് ഇൻ ദി വാട്ടർ എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ. യോഗം, ഫിഷിൻ്റെ യോഗം, എ ഫിഷ് ഇൻ ദി വാട്ടർ. ഓക്കെ, അടുത്തത് ഗോൾഡ് എന്നത് ആരുടെ ആത്മകഥയായിരിക്കും? ഏതെങ്കിലും ജ്വല്ലറി ഉടമയുടെ ആയിരിക്കും. ഓഫ് കോഴ്സ് അത് ജോസ് ആലുക്കാസിൻ്റെ ആത്മകഥയാണ് ഗോൾഡ്. അങ്ങനെയാണെങ്കിൽ ജോയ് ആലുക്കാസിൻ്റെ ആത്മകഥ ഏതാണ്? സ്പ്രെഡിങ് ജോയ്. ജോയ് എന്ന പേര് വരുവാണെങ്കിൽ ജോയ് ആലുക്കാസിൻ്റെയാണ് സ്പ്രെഡിങ് ജോയ്. എന്നാൽ ജോസ് ആലുക്കാസിൻ്റെയാണ് ഗോൾഡ്. ഓക്കെ, എന്ന ആത്മകഥ. അടുത്തത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ 170ാമത് ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? കോടിമത എന്ന സ്ഥലത്ത്, കോട്ടയത്ത് കോടിമത എന്ന സ്ഥലത്താണ്. ഈ സാഹിത്യകാരനും സംസ്കൃത പണ്ഡിതനും ഐതിഹ്യമാല എഴുതിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. അപ്പം ആ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ 170ാമത്തെ ജന്മവാർഷികത്തിന് അനുബന്ധിച്ച് സ്ഥാപിച്ച പ്രതിമയാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? കോടിമത, കോട്ടയം. അടുത്തത് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള പുസ്തകങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ചെറുകഥാ സമാഹാരം ഏതാണ്? ഹാർട്ട് ലാമ്പ് ആണ്. ഹാർട്ട് ലാമ്പ് എഴുതിയത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബാനു മുഷ്താഖ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാനു മുഷ്താഖിനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ചെറുകഥാ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. അടുത്തത് 2024 സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ്? ഭദ്രേഷ് ദാസ് സ്വാമിയാണ്. ഭദ്രേഷ് ദാസ് സ്വാമി. സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്നതാണ് ആ കൃതിയാണ് ഭദ്രേഷ് ദാസ് സ്വാമി എഴുതിയ സരസ്വതി സമ്മാൻ അവാർഡൊക്കെ കിട്ടിയതിന്. ഓക്കെ, അടുത്തത് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. 2023 കിട്ടിയത് പോൾ സക്കറിയയ്ക്കാണ്. 2024 കിട്ടിയത് സാറ ജോസഫിനാണ്. സാറ ജോസഫ്, അതിനു മുമ്പ് പോൾ സക്കറിയ. ആദ്യമായിട്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തിക്കൊടിയനാണ് 2000. ഇത്രയാണ് സാഹിത്യത്തിലെ കറണ്ട് അഫേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. 2025 കറണ്ട് അഫേഴ്സിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് നോക്കിയത്. അടുത്ത GK ടോപ്പിക്ക് നമുക്ക് ഭരണഘടനയുടെ ആമുഖം എന്നതിലേക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് കടപ്പാട് ഏത് രാജ്യത്തിനോടാണ്? അമേരിക്ക, USA ഭരണഘടനയോടാണ് കടപ്പാട്. അതിനു മുമ്പ് ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് സോവേറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഈ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട്. സോവേറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സെഡെറെ. സോവേറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇനി അതിൽ
ഇനി ലോകത്താദ്യമായി ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ഉൾക്കൊള്ളിച്ച രാജ്യം ഏതാണ്? USA തന്നെയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര വാക്കുകളുണ്ട്? ആമുഖത്തിൽ 73 വാക്കുകളാണ് ഉള്ളത്. പിന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ, എല്ലാ അധികാര സ്രോതസ്സും ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് എന്നതാണ്. ഇനി ഈ ആമുഖം എന്തിൽ നിന്നാണ് വന്നത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അതാണ് പിന്നീട് ആമുഖമായിട്ട് വരുന്നത്. ഈ ലക്ഷ്യപ്രമേയം പാസ്സാക്കുന്നത് 1947 ജനുവരി 22-നാണ്. അത് പിന്നീട് ആമുഖമായിട്ട് വരുന്നു. അടുത്തത്, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രാഷ്ട്രത്തിൻ്റെ സ്വഭാവമായി ചൂണ്ടിക്കാട്ടുന്നത് എന്തൊക്കെയാണ്? പരമാധികാര രാഷ്ട്രം, സോഷ്യലിസ്റ്റ് മതേതരത്വ രാഷ്ട്രം, ജനാധിപത്യ രാഷ്ട്രം, റിപ്പബ്ലിക് രാഷ്ട്രം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സോവേറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് രാഷ്ട്രം എന്നാണ് പറയുന്നത്. അതിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ പരമാധികാര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നാണ് നൽകിയിരുന്നത്. പിന്നീട് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. ഓക്കെ. ആമുഖത്തിലേക്ക്, എന്നാൽ ആമുഖത്തിൽ ഇത് രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്ന രീതിയിൽ ചേർത്തതാണ് സോഷ്യലിസ്റ്റും സെക്യുലർ, മതേതരത്വം, ഈ 2 വാക്കുകൾ. പക്ഷേ ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർത്തു. ഈ 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ സോഷ്യലിസ്റ്റ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റും മതേതരത്വം. അഖണ്ഡത എന്ന വാക്കും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആമുഖത്തിൽ. എന്നാൽ ആമുഖത്തിൽ രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിൽ കൂട്ടിച്ചേർത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റും സെക്യുലറും മാത്രമാണ്. ഓക്കെ. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അത് ഭേദഗതികൾക്ക് വിധേയമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. കുറേ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് 1960 ബെറുബാരി കേസിൽ ആമുഖം ഭരണഘടനാ ഭാഗം അല്ലെന്നും അതിനാൽ അത് തിരുത്താൻ സാധിക്കില്ല എന്നും സുപ്രീം കോടതിയുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. 1960 ബെറുബാരി കേസ് ഇങ്ങനെ ഓർത്താൽ മതി, വേറെ വേറെയാണ്. ഭരണഘടനയുടെ ആമുഖവും ബാക്കിയുള്ളതും വേറെ വേറെയാണ്, അതുകൊണ്ട് തിരുത്താൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഏതാണ്? വേറെ വേറെ, ബെറുബാരി കേസ് 1960. എന്നാൽ ഇത് കേശവാനന്ദി ഭാരതി കേസിൽ ഇത് തിരുത്തി പറഞ്ഞു. അതായത് ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്നും അത് ഭേദഗതിക്ക് വിധേയമാണ് എന്നും പറഞ്ഞതാണ് കേശവാനന്ദ ഭാരതി കേസ്. എന്നാൽ 1995 LIC ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഗവൺമെൻറ് കേസിൽ സുപ്രീം കോടതി ഇത് തന്നെ പറഞ്ഞു. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്, അതുകൊണ്ട് ഭേദഗതിക്ക് വിധേയമാക്കാം എന്ന് പറഞ്ഞ മൊത്തം 2 കേസിലാണ്. ഒന്ന് കേശവാനന്ദി ഭാരതി കേസിലും 95 LIC ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഗവൺമെൻറ്, ഈ 2 കേസിലും ആമുഖം ഭരണഘടനയ്ക്ക് ഭേദഗതിക്ക് ബാധകമാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ബെറുബാരി കേസിലാണ് പറഞ്ഞത് ആമുഖവും ബാക്കിയുള്ളതും വേറെ വേറെയാണ്, അതുകൊണ്ട് ആമുഖം തിരുത്താൻ പാടില്ല എന്ന് പറഞ്ഞത് 60 ബെറുബാരി കേസിലാണ്. അടുത്തത്, ഈ കേശവാനന്ദ ഭാരതി കേസ് നടക്കുന്നത് 1973 ഇത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അതിന് മുന്നോട്ട് വെച്ച ഒരു പ്രധാന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞതാണ് കേശവാനന്ദ ഭാരതി കേസ്. ഓക്കെ. അത് പ്രകാരം ആമുഖം 368-ാം വകുപ്പ് പ്രകാരം ഭേദഗതിക്ക് വിധേയമാണ്. ഭേദഗതി ചെയ്യാൻ ഉള്ള അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ഇനി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് സാധിക്കത്തില്ല. ഭരണഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും പക്ഷേ അതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, അതിൽ തൊട്ട് കളിക്കരുത്, അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് ഇന്നും ഈ കേസിലൂടെയാണ് പറഞ്ഞത്. ഓക്കെ. അടുത്തത്, ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ലക്ഷ്യങ്ങളിൽ ആദ്യത്തെ ലക്ഷ്യം ഏതാണ്? നീതി. അതായത് ഭരണഘടനയുടെ ആമുഖത്തിൽ കുറച്ച് ലക്ഷ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നതാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്.
നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് എടുത്തതാണ്. നീതി ആദ്യത്തെ നീതിയാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഇത് ലക്ഷ്യങ്ങളാണ്, ഭരണഘടനയുടെ ലക്ഷ്യങ്ങളാണ്. അടുത്തത് ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര തരത്തിലുള്ള നീതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? 3 തരത്തിലുള്ള നീതിയെക്കുറിച്ച് ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഈ 3 നീതിയും കിട്ടണം എന്നാണ് ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന നീതി, അതായത് ജസ്റ്റിസ് എന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? USSRന്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ജസ്റ്റിസ് എന്ന ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന വാക്ക്. ഇപ്പോൾ പറഞ്ഞല്ലോ 3 തരത്തിലുള്ള ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് വേണം എന്ന് പറഞ്ഞു. ജസ്റ്റിസ് എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത്. അത് USSRൽ നിന്ന് എടുത്തതാണ്. അടുത്ത് സ്വാതന്ത്ര്യ, സമത്വ, സാഹോദര്യം എന്നത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയം എന്ന് പറയുന്നതും അതുതന്നെയായിരുന്നു. റഷ്യൻ വിപ്ലവത്തിലും ഈ ഇത് ഉണ്ടായിരുന്നു. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നതും റഷ്യൻ വിപ്ലവത്തിൽ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് എന്നതും റഷ്യൻ വിപ്ലവത്തിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഇനി ആമുഖത്തിലെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി എന്നിവയോടൊപ്പം ഫ്രറ്റേണിറ്റി എന്ന പദം നെഹ്റുവാണ് കൂട്ടിച്ചേർത്തത്. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് കൂട്ടിച്ചേർത്തത്? ഫ്രറ്റേണിറ്റി എന്നും കൂടെ അംബേദ്കറുടെ നിർദ്ദേശപ്രകാരമാണ് കൂട്ടിച്ചേർത്തത്. അപ്പം ആമുഖത്തിൽ ഭരണഘടനയുടെ സ്രോതസ് പറയുന്നുണ്ട്, ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു, ലക്ഷ്യങ്ങൾ എന്താണെന്നും പറഞ്ഞു. അതായത് ഭരണഘടനയുടെ സ്രോതസ് ആരാണ്? ജനങ്ങളാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് സ്രോതസ്. ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്നാണ് പറയുന്നത്. അത് ആണ് അതിൻ്റെ സ്വഭാവം. ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്. ഇനി അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നതാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഭരണഘടന നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇത് അംഗീകരിക്കപ്പെട്ട ദിവസം 1949 നവംബർ 26. ഇത്രയാണ് ഭരണഘടനയിൽ പറയുന്നത്. ഇനി ഭരണഘടനയുടെ ആമുഖത്തിൽ സമത്വം എന്ന പദം പൂർണ്ണമായ അർത്ഥത്തിൽ പ്രകടമാകുന്നത് എന്താണ്? എന്തൊക്കെ സമത്വത്തെ പറ്റിയാണ് പറയുന്നത്? സ്ഥിതി സമത്വം, അവസര സമത്വം. സ്ഥിതി സമത്വം, അവസര സമത്വം. നമ്മൾ നേരത്തെ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ പറ്റി പറഞ്ഞു. അതുപോലെ സ്ഥിതി സമത്വവും അവസര സമത്വവുമാണ് പറയുന്നത്. ഒരിക്കലും സാമ്പത്തിക സമത്വം എന്ന് പറയുന്നില്ല. സ്ഥിതി സമത്വവും അവസര സമത്വവുമാണ് സമത്വം എന്ന പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവെന്നും ഭരണഘടനയുടെ രത്നമെന്നും ഭരണഘടനയുടെ താക്കോൽ എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർദാസ് ഭാർഗവാണ്. താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ് എന്നോർക്കാം. ഭരണഘടനയുടെ രത്നം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതും താക്കൂർദാസ് ഭാർഗവ് തന്നെയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചതും താക്കൂർദാസ് ഭാർഗവ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആമുഖത്തെ ഭരണഘടനയുടെ രത്ന ചുരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കറാണ്. കീനോട്ട്, രത്ന ചുരുക്കം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. രത്നം എന്ന് വിശേഷിപ്പിച്ച് താക്കൂർദാസ് ഭാർഗവാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? NA പൽഖിവാലയാണ്. അടുത്തത് ദീർഘനാളുകളായുള്ള ഭാരതീയരുടെ സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ദീർഘനാളായി ഭാരതീയരുടെ സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ഇദ്ദേഹം അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എവിടെയാണ്, ഏത് കമ്മിറ്റിയിൽ പെട്ട ആളാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ പെട്ട ആളായിരുന്നു. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് ഉപമിച്ചത് ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ള. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനോട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഉദ്ദേശിച്ച മനുഷ്യാവകാശത്തെ പറ്റിയൊക്കെയാണ് അവിടെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പറയുന്നത്. മനുഷ്യ അവകാശവും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനോട് ഉപമിച്ചത് ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്.
രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ഇന്ത്യയുടെ ആക്ടിംഗ് രാഷ്ട്രപതിയായ ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ഹിദായത്തുള്ള. ഓക്കെ, അടുത്തത് ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു. നെഹ്റു ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. നെഹ്റു ആണ് ആമുഖം എഴുതിയത്. അപ്പോൾ നെഹ്റു ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഭരണഘടനയുടെ ഹൃദയം എന്ന് പറയുന്നത് നെഹ്റു ആണ്. അടുത്തത് ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരേ ഒരു തവണ മാത്രം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതിൽ ആഡ് ചെയ്തത് ഏതൊക്കെയാണ്? ആഡ് ചെയ്തത് മതേതരത്വം, സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നിവയാണ് ആഡ് ചെയ്തത്. അടുത്തത് ആമുഖം ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സുപ്രീം കോടതി വിധി വന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ് അനുകൂലമായിട്ടുള്ള വിധി വന്നത്. അടുത്ത ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവയെ പോലെ തന്നെ ആമുഖവും നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അതായത് നീതിനിഷ്ഠമല്ല, കോടതിയിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആമുഖം ഒരു നീതിനിഷ്ഠിതമല്ല, നോൺ ജസ്റ്റിഷ്യബിൾ അല്ല. മൗലിക കടമകളും മാർഗനിർദ്ദേശക തത്വങ്ങളോടൊപ്പം തന്നെ ആമുഖവും നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അടുത്ത ഭരണഘടനയുടെ ആമുഖത്തിന്റെ പേജ് ഡിസൈൻ ചെയ്തത് ആരാണ്? ആ മുഖം, മനോഹരമായ മുഖം, റാം മനോഹർ സിൻഹയാണ്. ഇത്രയാണ് പ്രധാനമായിട്ടും ആമുഖത്തിൽ പഠിക്കാനുള്ളത്. ഇത്രയാണ് ഡേ 8 ടോപ്പിക്ക്. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകാനും മുടങ്ങാതെ വീഡിയോ ലഭിക്കാനുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.